സാർ 12ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് കടക്കുകയാണ്. 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ നയം തന്നെയായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അതിനെ മറികടക്കാൻ നാം ഏതെല്ലാം നിലയിലുള്ള പരിശ്രമങ്ങൾക്കാണ് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് പറ്റിയ സംസ്ഥാനത്തോടുള്ള കടുത്ത വിവേചനം ഒഴിവാക്കണം എന്നാണ് സാർ നമ്മൾ ആഗ്രഹിക്കുന്നത്. സാർ, ഈ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടായിരിക്കും 16ാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡിൻ്റെ എഫക്റ്റ് തുടങ്ങുക. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം ഏറ്റവും സജീവമായി ആ കാര്യത്തിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളെല്ലാ ഡാറ്റയും വിവിധ ഗ്രൂപ്പുകളും എല്ലാം അക്കാഡമിക് ഗ്രൂപ്പുകൾ, ഇത് സംബന്ധിച്ചുള്ള ടാക്സ് ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പുകളും ഒക്കെ അക്കാഡമിക്കായി ചർച്ച നടത്തുന്നുണ്ട്. നമുക്ക് അതിനൊരു സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഈ സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്ന സംസ്ഥാനങ്ങളുടെ കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധനകാര്യമന്ത്രിമാരുടെ കോൺക്ലേവ് ചേർന്നത്. അപ്പോൾ അന്ന് തന്നെ കർണാടക ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ അവിടെ നടക്കുന്ന കോൺക്ലേവിലേക്ക് ക്ഷണിച്ചു എന്നുള്ള കാര്യം അവിടുത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി കർണാടകത്തിൽ. ഇങ്ങനെ അതുപോലെ ആന്ധ്ര അവർ ഇത്തരം കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. പഞ്ചാബിൽ നിന്ന് ഇവിടെ ആളുകൾ പങ്കെടുത്തിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തിരുന്നു. മറ്റു പല സ്റ്റേറ്റുകളും ഇതേ പ്രശ്നം, സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനം, ന്യായമായിട്ടുള്ള ഒരു ഫെഡറൽ രാജ്യത്തിനകത്ത് കിട്ടേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സാർ. അത് നമ്മൾ കളക്റ്റീവായിട്ട് നടത്തുകയാണ്. ഏകപക്ഷീയമായി കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തെ സഹായിക്കില്ല എന്നുള്ള ബോധമാണ് പൊതുവിലുള്ളത്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീണം വന്ന ഒരു സംസ്ഥാനം കേരളമാണ് സാർ. ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെട്ടിക്കുറയ്ക്കപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ് സാർ. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് സാർ.